ബഹുമാന്യനായ SNDP യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ നിർദ്ദേശാനുസരണം സർക്കാർ നടപ്പിലാക്കുന്ന തൂഫാൻ അതിൽ പങ്കുചേർന്നുകൊണ്ട് ഈ രാജ്യത്ത് നിലനിൽക്കുന്ന സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളും മയക്കുമരുന്ന് ഉപയോഗവും അതിൻ്റെ വിതരണവും പൂർണ്ണമായി ഇല്ലാതാക്കുന്നതിന് വേണ്ടി യുവാക്കളെ സജ്ജരാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കായംകുളം SNDP യൂണിയൻ യൂത്ത് മൂവ്മെൻറ്റ് പുനഃസംഘടിപ്പിച്ചിരിക്കുകയാണ്. ശ്രീ അരുൺ അശോകൻ യൂത്ത് മൂവ്മെൻറ്റ് പ്രസിഡൻ്റായും ശരത് കുമാർ പാട്ടത്തിൽ വൈസ് പ്രസിഡൻ്റായും അഖിൽ രാജ് സെക്രട്ടറിയായും സുജിത്ത് സത്യനേശൻ ട്രഷററായും തിരഞ്ഞെടുത്തിരിക്കുന്നു. ഈ സമൂഹത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ മഹത്തായ പാതയിലൂടെ, ഗുരുദേവൻ നിർദ്ദേശിച്ച പാതയിലൂടെ ഗുരു ദർശനം ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ തലമുറയെ വളർത്തിയെടുക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ഈ സംഘടന ശക്തിപ്പെടുത്തി എല്ലാ മേഖലകളിലും എല്ലാ ജനങ്ങളെയും ഈ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തുന്നതിന് വേണ്ടി പുതിയ തലമുറയെ സജ്ജമാക്കുക എന്ന ലക്ഷ്യമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. കായംകുളം SNDP യൂണിയൻ്റെ നേതൃത്വത്തിൽ ഈ 28-ാം തീയതി, അടുത്ത മാസം 28-ാം തീയതി ശ്രീനാരായണ ഗുരുദേവൻ്റെ ജന്മദിനം അതിവിപുലമായി ആഘോഷിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ചെറുപ്പക്കാരെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഈ സമൂഹത്തെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കുവാൻ, അവരെ പ്രാപ്തരാക്കുന്ന ഗുരുദേവ ദർശനങ്ങൾ ഉൾക്കൊള്ളുന്ന യുവാക്കളാക്കി മാറ്റുവാൻ, തെറ്റിലേക്ക് അവരെ വിടാതെ നേർവഴിയിലേക്ക്, വെളിച്ചത്തിലേക്ക് അവരെ നയിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം.